ഇന്ത്യയിൽ പലതരത്തിലുള്ള ഡിഗ്രി പ്രോഗ്രാമുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റെഗുലർ ഡിഗ്രി, ഓൺലൈൻ ഡിഗ്രി, ഡിസ്റ്റൻസ് ഡിഗ്രി. പലപ്പോഴായിട്ട് എനിക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയകളിലും ഒക്കെ ലഭിക്കുന്ന കമൻ്റാണ്, എന്താണ് ഈ ഡിഗ്രികൾ തമ്മിലുള്ള വ്യത്യാസം? ഇതിൽ ഈ ഓൺലൈനും ഡിസ്റ്റൻസും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടോ? ആ സർട്ടിഫിക്കറ്റും കൊണ്ട് വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടുമോ? ഇനി ഇന്ത്യ എപ്പോഴും കണ്ട് ഈ പറയുന്ന 3 ഡിഗ്രികളും ഒരുപോലെയാണെന്നും എല്ലാത്തിനും ഒരുപോലെ വാല്യൂ ഉണ്ടെന്നും പറഞ്ഞതായി ഞങ്ങൾ അറിഞ്ഞു. ഇത് സത്യമാണോ? ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ കാര്യത്തിന് ഒരു ക്ലാരിറ്റി കിട്ടും. ഈ കാര്യത്തിന് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ആദ്യം ഈ 3 ടൈപ്പ് ഓഫ് ഡിഗ്രികളെ കുറിച്ചും നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. വീഡിയോ അവസാനം വരെ മുഴുവനായി ശ്രദ്ധയോടെ ഇരുന്ന് കാണുക, സോ ദാറ്റ് യു വിൽ ഗെറ്റ് ക്ലാരിറ്റി അബൌട്ട് ദിസ് സബ്ജക്ട്. ഈ റെഗുലർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കോളേജിൽ പോയിട്ട് ഒരു ഡിഗ്രി പഠിക്കുന്നു, തിരിച്ചു വരുന്നു. നമ്മളൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഡിഗ്രി പ്രോഗ്രാമില്ലേ, അതിനെയാണ് നമ്മൾ റെഗുലർ ഡിഗ്രികൾ എന്ന് വിളിക്കുക. ഇനി രണ്ടാമത്തേത് ഡിസ്റ്റൻസ് ഡിഗ്രി അഥവാ വിദൂര വിദ്യാഭ്യാസം. ഈ വിദൂര വിദ്യാഭ്യാസത്തിന് നമ്മൾ ഡെയിലി രാവിലെ എണീറ്റ് ഒരു കോളേജിൽ പോകേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല, മറിച്ച് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടും ഈ കോഴ്സ് പഠിക്കാവുന്നതാണ്. ചില വിദൂര വിദ്യാഭ്യാസ ക്ലാസ്സുകൾക്ക് കോൺടാക്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. അതായത് അവർ പറയും, ഒരു വർഷത്തിൽ ഇത്ര ദിവസം ഇന്ന സ്ഥലത്ത് വന്നിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അത് യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ഡിഫർ ചെയ്യും കേട്ടോ. ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതിന് ചില നിയമവശങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ഇരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിക്ക് കേരളത്തിൽ വന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടി ഒരു സെൻറ്റർ തുടങ്ങാനും അവിടെ പരീക്ഷ നടത്തിക്കാനും സാധിക്കില്ല. നോട്ട് ദ പോയിന്റ്. അവർക്ക് ഇവിടെ പരീക്ഷ നടത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ. പക്ഷെ കേരളത്തിലെ ഒരു കുട്ടിക്ക് വേണമെന്നുണ്ട് എങ്കിൽ ഡൽഹിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ സ്ട്രീമിലൂടെ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡിഗ്രി കരസ്ഥമാക്കാം. പരീക്ഷ എഴുതുന്നത് ഈ കുട്ടി അവിടെ ചെന്നിട്ടായിരിക്കും. അതാണ് ഇതിനകത്ത് ഉണ്ടാവാൻ പോകുന്ന വ്യത്യാസം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും, ജുറിസ്ഡിക്ഷന് പുറത്ത് ഇവർക്ക് ക്ലാസ് നടത്താൻ പാടില്ല. മുമ്പ് എല്ലാ സ്ഥലത്തും ഈ തമിഴ്നാട്ടിലൊക്കെയുള്ള ഒത്തിരി യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ ഇതുപോലുള്ള സെൻറ്റേഴ്സ് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഒരു 6-7 കൊല്ലം മുമ്പാണ് ഈ പ്രശ്നം കയറിയിട്ട് ഭയങ്കര ഒരു പീക്കിലേക്ക് എത്തിയത്. ആളുകളെല്ലാം ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഡിഗ്രി എടുക്കുമ്പോഴത്തേനും ഈ ജുറിസ്ഡിക്ഷൻ്റെ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കണം. ഇതിൽ യാതൊരു തരത്തിലും പ്രശ്നമില്ലാത്ത ചില ഏരിയകളുണ്ട്. അതെന്താണെന്നറിയോ? ഇപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇഗ്നോ. ഇപ്പോൾ ഇഗ്നോയുടെ മെയിൻ ഓഫീസ് ഇരിക്കുന്നത് കേരളത്തിലൊന്നുമല്ല, പക്ഷേ ഇഗ്നോ നടത്തുന്ന ഒരു പരീക്ഷ കേരളത്തിലും നടക്കും. അത് നമ്മൾ കേരളത്തിൽ നിന്നും എഴുതാം. കേരളത്തിൽ നിന്ന് എഴുതിയാലും ഇതിന് യാതൊരു തരത്തിലുള്ള ജുറിസ്ഡിക്ഷന്റെ പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇനി ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ ഫീസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഗുലറുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഫീസ് വളരെ കുറവാണ് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ടാവുക. ഇനി അടുത്തത് ഓൺലൈൻ ഡിഗ്രി. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പോപ്പുലറായി കൊണ്ട് നിൽക്കുന്നത് ഈ ഓൺലൈൻ ഡിഗ്രിയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളൊരു സൈറ്റ് കയറി കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ എന്ന സൈറ്റ് ഉണ്ട്. അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പലതരം ഡിഗ്രി പ്രോഗ്രാമുകളെ കുറിച്ചും അത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനാണ് പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരമുള്ളത് എന്നുള്ളതിനെ കുറിച്ചും ഗവൺമെൻറ് തന്നെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സൈറ്റാണിത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ സൈറ്റിൽ കയറി പേഴ്സണലി ഒന്ന് ചെക്ക് ചെയ്യണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഈ ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുമ്പോൾ റെഗുലറായിട്ട് ക്ലാസ് എങ്ങനെയാണോ നടക്കുന്നത് ആ സാധനത്തിന് ഓൺലൈൻ മോഡിലേക്ക് അവർ മാറ്റിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള അത്രയും മണിക്കൂറിൻ്റെ ക്ലാസ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. ബട്ട് സ്റ്റിൽ ആരാണോ റെഗുലറായിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ, അതേ അധ്യാപകരുടെ ക്ലാസ്സുകളാണ് പലപ്പോഴും പല ഓൺലൈൻ ഡിഗ്രി ക്ലാസ്സുകളിലും നമുക്ക് ലഭിക്കാറുള്ളത്. ഈ ഓൺലൈൻ ഡിഗ്രിക്ക് ഈ ജുറിസ്ഡിക്ഷൻ്റെ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ഓൺലൈൻ ഡിഗ്രികൾ കരസ്ഥമാക്കാവുന്നതാണ്. എവിടെയും പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മൾ വീട്ടിൻ്റെ സൗകര്യത്തിൽ നെറ്റിൽ ഉപയോഗിച്ചിരുന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. ഇനി പരീക്ഷ നടക്കുന്നതും ഓൺലൈനായിട്ടാണ്. എവ്രിതിങ് ഈസ് ഓൺലൈൻ. അതാണ് ഓൺലൈൻ ഡിഗ്രികളുടെ പ്രത്യേകത. ഇപ്പം ഇന്ത്യയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഡീം ടു ബി യൂണിവേഴ്സിറ്റി, സെൻട്രൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇവർക്കൊക്കെയും തന്നെയും ഇത്തരത്തിലുള്ള ഓൺലൈൻ ഡിഗ്രികൾ പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്ന് വെച്ചിട്ട് ഞാനൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി റൺ ചെയ്യുകയാണെങ്കിൽ നാളെ തന്നെ
എന്നാൽ പിന്നെ ഞാൻ ഓൺലൈനായിട്ട് എല്ലാ ഡിഗ്രി അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാണ് എന്ന് പറഞ്ഞ് എനിക്ക് തുടങ്ങാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഇല്ലേ, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു അംഗീകാരം കിട്ടാനുണ്ട്. ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ സൈറ്റിൽ HEI എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കിടപ്പുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ കാറ്റഗറിയിലും പെട്ട ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾക്ക് ഇത്തരത്തിലുള്ള ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരം അവർ കൊടുത്തിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകൾക്കാണ് അംഗീകാരം കൊടുത്തിട്ടുള്ളത് എന്നതും അതിൽ വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ഓൺലൈൻ കോഴ്സ് സെലക്ട് ചെയ്യാൻ. ഇനി ഈ ഓൺലൈനും ഡിസ്റ്റൻസും തമ്മിൽ മേജറായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യത്യാസം പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഈ ഓൺലൈൻ ഡിഗ്രി കൃത്യമായി ക്ലാസ്സുകൾ നടക്കാറുണ്ട് അവിടെ. ഇനി ലൈവ് ക്ലാസ്സുകളൊന്നും, എല്ലാ ക്ലാസ്സുകളും ലൈവ് അല്ല കേട്ടോ, കുറച്ച് ക്ലാസ് അവർ ലൈവായിട്ട് കൊടുക്കാറുണ്ട്. ബാക്കിയെല്ലാം റെക്കോർഡഡ് ആയിട്ട് സെഷൻസ് അവിടെ കിടക്കുകയാണ്, നിങ്ങൾക്ക് സൗകര്യത്തിനെടുത്തത് കാണാൻ പറ്റും. ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പലപ്പോഴും ബുക്ക് പോലെ നമുക്ക് സമയത്തിന് കിട്ടാറില്ല. പരീക്ഷ അടുക്കാറാവുമ്പോഴാണ് പലപ്പോഴും പുസ്തകങ്ങൾ കിട്ടാറുള്ളത്. അത് ഒരു ശരിക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതാണ് സംഭവിക്കുന്നത്. ഈ ഓൺലൈൻ ഡിഗ്രി എടുക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരാറില്ല. ശരിക്കും അറിവ് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഓൺലൈൻ ഡിഗ്രിയാണ്. അത് ഓൺലൈൻ ഡിഗ്രിയോട് എനിക്ക് പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ പറയണതൊന്നുമല്ല. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഡിഗ്രിയിൽ കൃത്യമായിട്ട് ഈ ക്ലാസ്സസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പം നമുക്ക് നോക്കി പഠിക്കാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടണോ, നമ്മൾ നോക്കി വായിച്ചാലായി വായിച്ചില്ലെങ്കിലായി എന്നുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ വെറും ഒരു സേക്ക് ഓഫ് ഒരു ഡിഗ്രി കിട്ടണം, ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതിന് ഡിസ്റ്റൻസ് ഇസ് ഫൈൻ. പക്ഷേ നിങ്ങൾ അതിൽ നിന്നും അറിവ് നേടാനും ആ അറിവ് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും എന്തെങ്കിലുമൊക്കെ മെച്ചം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഓൺലൈനും ഡിസ്റ്റൻസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയും ഓൺലൈനാണ് കുറച്ചുകൂടി ബെറ്റർ ആവുക. ഇനി ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ ഡിഗ്രികൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി യൂണിവേഴ്സിറ്റികളുണ്ട്. ഒരു യൂണിവേഴ്സിറ്റീൻ്റെയും പേര് ഞാൻ ഈ വീഡിയോയിൽ പറയാത്തത്, പബ്ലിക്കായിട്ട് യൂണിവേഴ്സിറ്റിയുടെ പ്രൊമോഷൻ ഞാൻ നടത്തുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാത്തത്. പക്ഷേ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇനി ഈ സൈറ്റിൽ തന്നെ ഈ ഓരോ യൂണിവേഴ്സിറ്റിക്കും പ്രത്യേകതകളുണ്ടോ? തീർച്ചയായും പ്രത്യേകതകളുണ്ട്. കാരണം എല്ലാവരും ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ഒരുപോലെയല്ല. ചിലരുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് പക്കയായിട്ട് പ്രോപ്പർ റെക്കോർഡഡ് സെഷൻസ് ആണ്. അതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന, ഇപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് വെറുതെ നിന്ന് ഒരാൾ സംസാരിക്കണതും അതിൻ്റെ കൂടെ കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കൃത്യമായി കൊണ്ടുപോകുന്നത് തമ്മിൽ വ്യത്യാസമില്ലേ? അതുപോലെ അവർ കൊടുക്കുന്ന അസൈൻമെൻറ്റ്സ് കറക്റ്റ് ചെയ്ത് തരുന്ന രീതി. അതുപോലെ ചില യൂണിവേഴ്സിറ്റികളിൽ ഈ ഓൺലൈൻ ഡിഗ്രിക്ക് കൃത്യമായി ഇത്ര സ്റ്റുഡൻസിന് ഒരു മെൻറ്റർ, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം, നമ്മുടെ സംശയങ്ങൾ ചോദിക്കാം. ഇങ്ങനെയുള്ള പല ഫെസിലിറ്റീസും ഉള്ള ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. അത്തരത്തിൽ ഏത് സ്ഥാപനമാണ് ബെറ്റർ ആവുക എന്ന് നിങ്ങൾക്ക് പേഴ്സണലി അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് അസ്. കാംബ്രിയ അഡ്മിഷൻസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാംബ്രിയ അഡ്മിഷൻസിലെ ഞങ്ങളുടെ എക്സ്പേർട്ടുകൾ നിങ്ങൾക്ക് കൃത്യമായി ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചാലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഏറ്റവും നന്നായി നടക്കുക എന്നുള്ളതിൽ ക്ലാരിറ്റി തരും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു എക്സ്ട്രാ പേയ്മെൻറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റികളുടെ പേരുകൾ ഇതിൽ ഞാൻ പറയാത്തത്. പക്ഷേ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പ്രോസ് ആൻഡ് കോൺസ് എന്താണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയണമെങ്കിൽ, ഏതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ബെറ്റർ ആവുക എന്നതറിയണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഫീസൊന്നും ഇതിനില്ല. നിങ്ങൾ ഈ പറയുന്ന എല്ലാ ഫീസും ഡയറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്കാണ് അടയ്ക്കുക. ഞങ്ങൾക്ക് യാതൊരു ഫീസും നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ കൃത്യതയോടുകൂടി വിവരങ്ങൾ അറിഞ്ഞു പോകണമെന്നുണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ലഭിക്കും. ഇനി ഇതിൻ്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ഇന്ത്യയിൽ ഈ പറയുന്ന എല്ലാ ഡിഗ്രിയും ഒരുപോലെയാണ് എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ കേട്ടു. ഇതാണ് വരുന്ന കമൻറ്റുകളിൽ കുറേ ഉള്ളത്. ആ കേട്ട വാർത്ത സത്യമാണ്. ഇന്ത്യൻ ഗവൺമെൻറ് റെഗുലർ ഡിഗ്രി, ഓൺലൈൻ ഡിഗ്രി, ഡിസ്റ്റൻസ് ഡിഗ്രി ഈ പറയുന്ന എല്ലാ സാധനത്തിനും ഒരുപോലെ റെഗുലറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയാണ് ഇത് റെഗുലറൈസ് ചെയ്തത്, മറ്റൊരു രാജ്യമല്ല. അതുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് മറ്റ് ചില രാജ്യങ്ങളിൽ അറ്റസ്റ്റേഷന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ അറ്റസ്റ്റേഷൻ പോസിബിൾ ആകാത്തത്. അപ്പോൾ വിദേശ രാജ്യത്തേക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് എനിക്ക് ആ രാജ്യത്തിൻ്റെ അറ്റസ്റ്റേഷൻ പോസിബിൾ ആണോ? അത് എവിടെ അന്വേഷിക്കണം? ആ രാജ്യത്തിൻ്റെ അറ്റസ്റ്റേഷൻ അതോറിറ്റിയുമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇന്ത്യക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇന്ത്യ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഡിഗ്രികളെയും റെഗുലറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ കേസ് അങ്ങനെയല്ല. അവിടെയാണ് ഈ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയും അവസാന നിമിഷം അയ്യോ ഇതിനിത് പറ്റത്തില്ലയോ എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇനി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വേറൊരു റൂൾ കൂടി നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഈ പറയുന്ന ഓൺലൈൻ ഡിഗ്രി ആയിക്കോട്ടെ, ഡിസ്റ്റൻസ് ഡിഗ്രി ആയിക്കോട്ടെ,
ഈ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലേ, ആ സർട്ടിഫിക്കറ്റിൽ നിർബന്ധമായും മോഡ് ഓഫ് ഡെലിവറി, അതായത് എന്ത് തരത്തിലാണ് ആ കുട്ടിക്ക് ഈ ഒരു കോഴ്സ് ഡെലിവർ ചെയ്യപ്പെട്ടത് എന്നത് മെൻഷൻ ചെയ്യണം എന്നത് നിർബന്ധമാണ്. ഇതിൽ പലപ്പോഴും യൂണിവേഴ്സിറ്റികൾ എന്നുള്ള ഉപരി ഞാൻ പറയും, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കൺസൾട്ടന്റുമാർ കുട്ടികളെ പറ്റിക്കുന്ന ഒരു രീതി, അത് എല്ലാവരും ഒന്നും അല്ല കേട്ടോ. ചിലർ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, സർട്ടിഫിക്കറ്റ് റെഗുലറിൻ്റെ ഇത് ഒരുപോലെയാണോ സാറേ എന്ന് ചോദിക്കുമ്പോഴത്തേനും പിന്നെ ഒരുപോലെയാണ്, ഇതാ നോക്കുന്നത്, ഇത് റെഗുലറിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇത് ഡിസ്റ്റൻസിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. രണ്ട് ഫ്രണ്ടിൽ നിന്ന് കാണാൻ ഒരുപോലെ ആയിരിക്കുക. ഈ മോഡ് ഓഫ് ഡെലിവറി എഴുതി വെച്ചിട്ടുണ്ടാവുക എവിടെയാണെന്നറിയോ? ബാക്ക് സൈഡിൽ. നിയമപ്രകാരം നമ്മുടെ ഫൈനൽ സർട്ടിഫിക്കറ്റിനകത്ത് ഈ മോഡ് ഓഫ് ഡെലിവറി ഉണ്ടാവണം. പക്ഷെ അത് എവിടെ ഉണ്ടാവണം എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. ഈ നിയമങ്ങളൊക്കെ തന്നെ എവിടെയുണ്ട്? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ സൈറ്റ് ഞാൻ പറഞ്ഞില്ലേ, ആ സൈറ്റിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണമെന്ന്. ഇനി ചില കോഴ്സുകൾ ഓൺലൈനായിട്ട് നടത്താൻ പാടില്ല, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് നടത്താൻ പാടില്ല. അതിന് ഒരു നിയമം വെച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുന്ന ചില കോഴ്സുകളുണ്ട്. ഈ ആർക്കിടെക്ചർ പോലെ, അഗ്രികൾച്ചർ പോലെ ഒരു സെറ്റ് ഓഫ് കോഴ്സസ് ഉണ്ട്. ആ കോഴ്സസ് നമ്മൾ റെഗുലർ മോഡിൽ ചെയ്യേണ്ടതാണ്, അല്ലാതെ ഈ മോഡിലല്ല. അത് ഏതൊക്കെയാണ് എന്നുള്ളതും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ സൈറ്റിനകത്ത് അവൈലബിൾ ആണ്. അതായത് ഡിസ്റ്റൻസ് മോഡിൽ നടത്താൻ പാടില്ലാത്ത കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അതിലേതെങ്കിലും ഒരു കോഴ്സ് ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ്, ഈ കോഴ്സ് പിന്നെ ഇത് ഇപ്പോൾ പോയിട്ട് നിങ്ങൾക്ക് വീടിൻ്റെ സൗകര്യത്തിലിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അബദ്ധമാണ്, കള്ളത്തരാണ്. കാരണം അത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല. ഇത്രയും കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടിയോ? എനിക്ക് തോന്നുന്നു ഒരുവിധം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന സംശയങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും പോയിന്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ആയിട്ട് ഇട്ടോ, അതെല്ലാം കൂടി പിക്ക് ചെയ്തിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ കാര്യം പറഞ്ഞു തരാം. ഇനി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ കാംബ്രിയ അഡ്മിഷൻസിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എൻ്റെ സ്ഥാപനം തന്നെയാണ്, അവിടെ വിളിക്കുക, നിങ്ങൾ സംസാരിക്കുക. എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആകുന്ന ഡിഗ്രി പ്രോഗ്രാം എന്നുള്ളത് അവർ നിങ്ങൾക്ക് കൃത്യമായി എന്താണ് ഇതിൽ സിലബസ് ഉണ്ടാവുക, അതിൽ ഓൺലൈൻ ആകുമ്പോഴത്തേനും എങ്ങനെയാണ് ഇതിൻ്റെ അസൈൻമെൻറ്റ്സും അസസ്മെൻറ്റ്സും ഒക്കെ ഉണ്ടാവുക, പരീക്ഷ ഏത് സമയത്താണ് നടക്കുക, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഫീസ് സ്ട്രക്ചറും പറഞ്ഞു തരും. ഫീസ് സ്ട്രക്ചറും കൂടി പബ്ലിക്കായിട്ട് നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്. ഈ ആവറേജ് ഫീസ് സ്ട്രക്ചറാണ് ഞാൻ പറയുന്നത്. 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ ഫോർ ദി എൻറ്റയർ കോഴ്സ്. ഒരു സെമസ്റ്ററോ അല്ലെങ്കിൽ ഒരു വർഷമോ അല്ല ഞാൻ പറയുന്നത്. 1 lakh to 1.5 lakh. ഇത് ഒരു ആവറേജ് ആണ്. ഇതാണ് എല്ലാത്തിനും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതാണ് ഒരുമാതിരിപ്പെട്ട ഈ BBA, BCom, BA പ്രോഗ്രാംസ് ഇതൊക്കെ വരികയാണെങ്കിൽ ആവറേജ് വരുന്ന ഒരു ഫീസ് സ്ട്രക്ചർ ഇസ് ബിറ്റ്വീൻ 1 lakh and 1.5 lakh ഫോർ ദി എൻറ്റയർ പ്രോഗ്രാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോ യൂണിവേഴ്സിറ്റിയും പെർട്ടിക്കുലർലി എത്രയാണ് ചാർജ് ചെയ്യുന്നത്, അത് ഏതൊക്കെ സമയങ്ങളിൽ നിങ്ങൾ അടയ്ക്കണം എന്നുള്ള വിവരവും ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള വേറൊരു ഏരിയ ഉണ്ട്, എനിക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ബന്ധപ്പെട്ടതാണ്, അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാവുന്ന ഒരു മേഖല ക്രെഡിറ്റ് ട്രാൻസ്ഫർ. അതുപോലെ ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, 6 മാസം കൊണ്ടും. ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും ഓൺലൈനും ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടു, ഇതിനകത്ത് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നത് 3 വർഷമാണ് എങ്കിൽ ഓൺലൈനിൽ 3 വർഷം തന്നെ എടുക്കും. അല്ലാണ്ട് ഓൺലൈനിൽ ചെയ്യുമ്പോൾ 6 മാസം കൊണ്ട് ഇത് ചെയ്ത് തീർക്കാനൊന്നും പറ്റില്ല. അത് വേറെ പരിപാടിയാണ്. അത് വേറൊരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഈ 6 മാസത്തിൻ്റെ ഡിഗ്രിയുടെ പരിപാടിയും അതുപോലെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ള ഒരു ഏരിയയാണ്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓൺലൈൻ ഡിസ്റ്റൻസ് ഡിഗ്രികളെ കുറിച്ചുള്ള എല്ലാ കൺഫ്യൂഷൻസും ഇതിലൂടെ തീർന്നു എന്ന് വിചാരിക്കണു. എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. See you on the next video. Good luck.